എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് അൽവാരോ വാസ്കസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഇപ്പോഴും ആശങ്കയിലാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് താരത്തെ വീണ്ടും ടീമിലേക്ക് എത്തിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ആരാധകരിൽ ഉയരുന്നുണ്ട്. ഏതായാലും നിലവിൽ അൽവാരോയുടെ ട്രാൻസ്ഫറിനോടനുബന്ധിച്ചുള്ള ഒരു സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട അൽവാരോ വാസ്കസ് പിന്നെ FC ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. ശേഷം താരം പോൺഫെറാൻഡോ എന്ന ക്ലബിലേക്ക് ചേക്കേറുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം പോൺഫെറാൻഡോ എന്ന ക്ലബ്ബ് താരത്തിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തതോടുകൂടി അൽവാരോ വാസ്കസ് നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ താരത്തിന് ഏത് ടീമാണോ ഇഷ്ടം അതിലേക്ക് താരത്തിന് പോവാവുന്നതാണ്. ഇന്നലെ ന്യൂ ഇയറിനോട് അനുബന്ധിച്ചുകൊണ്ട് അൽവാരോ വാസ്കസ് ഇട്ട പോസ്റ്റിനു താഴെ താരത്തിന്റെ ഭാര്യ ഇട്ട ഒരു കമന്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത് പ്രശസ്ത സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ജാവി ഡിയസ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത പോലും ഇല്ല, മറിച്ച് നിരാശ വാർത്തയാണുള്ളത്. ജാവി ഡിയസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സൂപ്പർ താരമായ അൽവാരോ വാസ്കസ് ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരാനുള്ള ചാൻസ് നിലവിലില്ല. ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാക്കുന്ന ഒരു വാർത്തയാണ് ജാവി ഡിയസ് പുറത്തേക്ക് വിട്ടത്. ഇത് കൂടാതെ താരം ഇനി മറ്റൊരു സ്പാനിഷ് ക്ലബിലേക്ക് ചേക്കേറാനാണ് ശ്രമിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ അൽവാരോ തന്റെ അവസാന ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇന്ത്യയിലേക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല എന്ന്. ഏതായാലും നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലമായാണ് വന്നിട്ടുള്ളത്. താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.